അതൊക്കെ ഭയങ്കര കളർഫുൾ ആക്കിയിരുന്ന ഒരു ഭയങ്കര സന്തോഷം നൽകിയിരുന്ന ഒരുപാട് സിനിമകൾ, ഫോർഗോട്ടൺ മൂവീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരം സിനിമകള് ഇന്നത്തെ പുതുതലമുറയിലുള്ള കുട്ടികൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും പലർക്കും അത് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ അവരെയൊക്കെ ഒന്ന് ഇത്തരം ചിത്രങ്ങൾ പരിചയപ്പെടുത്തുക എന്നതാണ് സത്യം പറയാൻ ഞങ്ങൾ ഈ സെഗ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് പേര് ആക്ച്വലി കേട്ടിട്ടുണ്ടാവും കുറെ ഡയലോഗ്സ്. ഇപ്പൊ നമ്മൾ ഷോർട്സ് ചെയ്യുമ്പോൾ തന്നെ കുറെ ഡയലോഗ്സ് പഴയ മൂവീസിലെ, മലയാളമായാലും തമിഴായാലും ഹിന്ദി ആയാലും എല്ലാം പഴയ മൂവീസിലെ ഡയലോഗുകളാണ് നമ്മൾ കുറെ പേര് ഷോർട്സ് ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. അതിനകത്ത് നമ്മൾ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അത്രയും ഇൻവോൾവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു മോസ്റ്റ്ലി പഴയ മൂവീസിൽ ഉണ്ടായിരുന്നത്. കഥകളായിരുന്നു, സ്റ്റോറീസ്, സോങ്സ് ആണെങ്കിലും നമ്മൾ എപ്പോഴും ചിലപ്പോൾ എല്ലാവരും പറയാറുണ്ട് വിഷമമുണ്ടെങ്കിൽ പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷം വരുമെന്ന്. ശരിയാണ് കേട്ടോ, അത് പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. ഇപ്പോഴത്തെ പാട്ട് മോശമാണ് എന്നല്ല, പക്ഷെ പഴയ പാട്ടുകൾക്ക് ഒരു പ്രത്യേക ഫീലാണ്. നിങ്ങൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഞങ്ങൾ ഈ 90s കാലഘട്ടത്തിലുള്ളവരുടെ ഒരു ഈ നൊസ്റ്റാൾജിയ ഫീലിംഗ് ആണെന്ന് തോന്നുമെങ്കിൽ പോലും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും പല ഗാനങ്ങളും പഴയ സിനിമാ ഗാനങ്ങള് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് പോലെ പുതിയ സിനിമാ ഗാനങ്ങൾ പലപ്പോഴും ക്യാച്ചി അല്ല. ഒരുപാട് സിനിമകളിൽ നമുക്ക് അതിന്റെ ലിറിക്സ് കിട്ടാറില്ല. പക്ഷെ ഏത് പഴയ മൂവിയിലെ പാട്ടാണെങ്കിലും, തമിഴാണെങ്കിലും മലയാളമാണെങ്കിലും ഹിന്ദി ആണെങ്കിലും അതിന്റെ ഓരോ ലിറിക്സും നമുക്ക് അറിയായിരിക്കും. അതിന്റെ വേർഡിങ്, അതിന്റെ മീനിങ് എല്ലാമേ നമുക്ക് അറിയായിരിക്കും. പക്ഷെ ഇപ്പൊ ഉള്ള പാട്ടുകളിൽ പലതിന്റെ ലിറിക്സിന്റെ മീനിങ് കിട്ടാറില്ല. സോ അതുകൊണ്ട് ആ മീനിങ് കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഇൻഡെപ്റ്റ് ആയിട്ട് ആ ഒരു പാട്ടോ അല്ലെങ്കിൽ അതൊരു സീനോ നമുക്ക് ആസ്വദിക്കാൻ പറ്റാതെ പോകുന്നുണ്ട് ഇപ്പോഴത്തെ. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള പുതിയ സിനിമകളാണെങ്കിലും, സിനിമ നല്ല സിനിമകളുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. ഈ സിനിമ ഗാനങ്ങളാണ് കുറച്ചുകൂടെ പെരിഫറൽ ആയിട്ടുള്ള പാട്ടുകളാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. ഇപ്പൊ പാട്ടുകളെ പറ്റി പറയാനല്ല ആക്ച്വലി വന്നത്. ഞങ്ങൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ പഴയ സിനിമ ഗാനങ്ങൾ അല്ലെങ്കിൽ പഴയ സിനിമകൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരുന്ന ഒരു ഇൻഫ്ലുവൻസ് അത് ഭയങ്കര വലുതായിരുന്നു. കാരണം പഴയ സിനിമകൾക്കുണ്ടായിരുന്ന ആ 80s 90s കാലഘട്ടത്തിൽ ഇറങ്ങിയിരുന്ന സിനിമകൾ, അതിനൊരു ബ്യൂട്ടി, അതിന്റെ ക്രാഫ്റ്റ് വൈസ് ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള സിനിമകൾ ആ കാലഘട്ടത്തിൽ ഒരുപാട്. മെയിൻലി പറയുകയാണെങ്കിൽ അതിന്റെ സ്റ്റോറീസ് എങ്ങനെയാണ് അതിൽ അഭിനയിച്ചിട്ടുള്ളത്, അവരുടെ ക്യാരക്ടേഴ്സ് അവർ എങ്ങനെ അതിനകത്ത് ഇൻവോൾവ് ചെയ്യും, എങ്ങനെ അത്രയും ഫുൾ ഡെപ്ത് ആയിട്ട് അവർക്ക് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ എപ്പോഴും ആലോചിക്കും. കാരണം കമ്പയർ ചെയ്യല്ല, പക്ഷെ ഇപ്പോഴത്തെ പല സിനിമകളെ വെച്ച് നോക്കുമ്പോഴും ആ പണ്ടത്തുള്ള ആൾക്കാരുടെ ആ ഒരു ആക്ടിങ് നമുക്ക് മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് സിനിമകളിൽ. ഇപ്പൊ എല്ലാരും പറയാം മോഹൻലാലിന്റെ പഴയ മോഹൻലാലിനെ നമുക്ക് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പഴയ മമ്മൂട്ടിയെ കിട്ടുന്നില്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊരു ആ ഒരു വിന്റേജ് ടൈമിലുള്ള മൂവീസിലെല്ലാം നല്ല സ്റ്റോറീസ് ആയിരുന്നു. അതിൻ്റെതായിട്ടുള്ള അത്രയും അഭിനയിക്കാൻ കഴിവുള്ള അത്രയും ഐക്കണിക് ക്യാരക്ടേഴ്സ് ആയിരുന്നു എല്ലാവരും. സോ അതുകൊണ്ടാണ് നമുക്ക് മാക്സിമം അതൊരു ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിൽ കൊള്ളുന്ന രീതിയിൽ ഒരുപാട് ഡയലോഗ്സ്, ഒരുപാട് കോമഡി. ഇപ്പൊ നമ്മൾ ചിലർ പറയാറുണ്ട് നമുക്ക് തന്ന് മനസ്സറിഞ്ഞിരിക്കണമെങ്കിൽ നമ്മൾ പഴയ ശ്രീനിവാസൻ മോഹൻലാൽ കോമഡീസ് ഒക്കെ കാണണം. അതുപോലെ തന്നെ നമ്മൾ തമിഴ് മൂവീസ് എടുക്കുവാണെങ്കിൽ നമ്മൾ സെന്തിൽ, വടിവേലു അങ്ങനത്തെ കോമഡീസ് കാണണം എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ വിന്റേജ് മൂവീസും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പ്രാധാന്യമുള്ളത് തന്നെ. അത് കാരണം ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ടെക്നോളജി വൈസ് അന്ന് എന്ന് പറയുന്ന അത്രയും ടെക്നിക്കലി അത്രയും ടെക്നോളജി ഇല്ലാത്ത കാലഘട്ടത്തില് ഇത്രയും ബ്രില്യന്റ് ആയിട്ടുള്ള സസ്പെൻസ് ത്രില്ലേഴ്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടമാണ് അത്. നമ്മള് അവരെ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുന്നില്ല. കാരണം ഇപ്പൊ ടെക്നോളജി ഒരുപാട് വളർന്നു കഴിഞ്ഞു. നമുക്ക് എന്ത് വേണം. ഫോർ എക്സാമ്പിൾ ക്രൈം ത്രില്ലേഴ്സ് എടുക്കുകയാണെങ്കിൽ പോലും പണ്ടൊക്കെ ഉള്ള സിനിമകളിൽ ആ ക്രൈം അവർ തെളിയിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പോലത്തെ അത്രയും ടെക്നിക്സ് ഒന്നും ഇല്ലാതെ പഴയ ടെക്നിക്സ് ഉപയോഗിച്ച് അവർ അത്രയും ബ്രില്യന്റ് ആയിട്ട് ചെയ്തിട്ടുള്ള കഥകൾ, അല്ലെങ്കിൽ ആ ഒരു ത്രില്ലർ എങ്ങനെ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നമ്മൾ എപ്പോഴും ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പൊ നമ്മൾ ഗോസ്റ്റ് മൂവീസ് ആണെങ്കിലും അത് നമ്മളെ ഒരുപാട് ഗോസ്റ്റ് മൂവീസ് നമ്മളെ പേടിപ്പിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഭാർഗവി നിലയം എന്ന് പറയുന്ന സിനിമ, അത് പറയാതിരിക്കാൻ പറ്റില്ല. ഭാർഗവി നിലയം എന്ന സിനിമ പറഞ്ഞാൽ
60s 70s ഇറങ്ങിയ ചിത്രമാണ്. അന്ന് ടെക്നോളജി എന്ന് പറയുന്നത് ഇന്നത്തെ ടെക്നോളജിയുടെ അടുത്തെങ്ങും എത്താത്ത ടെക്നോളജി ഉള്ള കാലഘട്ടത്തിൽ നമ്മളെ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തിയിരുന്ന, ഇന്നും നമുക്ക് ഗൂസ് ബംസ് മൊമെന്റ്സ് തരാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രമാണ് ശരിക്കും പറഞ്ഞാൽ ഭാർഗവി നിലയം. ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. 1960s-ലാണ് കാണുന്ന നല്ല മൂവിയാണ് അത്. ഇപ്പൊ ഞങ്ങള് ഈ സെഗ്മെന്റിൽ ഞങ്ങൾ അവതരിപ്പിക്കാൻ പോകുന്ന ചിത്രം 2 സിനിമകളാണ് പരിചയപ്പെടുത്തുന്നത്. ഒന്ന് CBI ഡയറി കുറിപ്പ്, ഒന്ന് ദി ട്രൂത്ത്. CBI ഡയറി കുറിപ്പ് എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ എന്താ പറയാ തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കി എന്ന് തന്നെ ലിറ്ററലി നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ക്രൈം ത്രില്ലറാണ്. അന്ന് വരെ CBI എന്ന് പറയുന്നത് നമുക്ക് അത്ര കേൾവിയുള്ള ഒരു സ്ഥാപനമോ ഒന്നും അല്ലായിരുന്നു. അന്ന് വരെ പോലീസ് ആയിരുന്നു, അല്ലെങ്കിൽ CID നസീറൊക്കെ പണ്ടത്തെ സിനിമ ഉണ്ടായിരുന്നല്ലോ. പെട്ടെന്നാണ് നമുക്ക് CBI എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ പറ്റിയൊക്കെ നമുക്ക് കേൾക്കാൻ സാധിച്ചത്. അതെന്ന് പറയുന്ന ഒരു സീരീസ് തന്നെയായിരുന്നു. ഒരു അഞ്ച് മൂവീസ് ഇറങ്ങി CBIയുടെ ആ ഒരു ജോണറിൽ തന്നെ. അത് കാണുമ്പോൾ തന്നെയും അത് ഓരോന്നും നമ്മൾ കാണുമ്പോഴും അതിന്റെ ആ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഫസ്റ്റ് നമ്മൾ CBI കാണുന്നതും നമ്മൾ 5th ഇറങ്ങിയ CBI തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. ഞാനത് കമ്പയർ ചെയ്യല്ല. പക്ഷെ ഫസ്റ്റ് ഇറങ്ങിയതും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ ഇറങ്ങിയ ഒരു കാലഘട്ടം അത് വളരെ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തതായിരുന്നു. അതിനൊരു കാരണം കൂടെ ഇന്നത്തെ പോലെ ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം അല്ല അത്. അപ്പൊ നമുക്ക് സിനിമയെ പറ്റി കൂടുതൽ അറിയാനായിട്ട് ഒന്നെങ്കിൽ ഈ സിനിമ വാരികകൾ അല്ലെങ്കിൽ റേഡിയോയിൽ പറയുന്ന അല്ലെങ്കിൽ TV-യിൽ പറയുന്നതൊക്കെ ഉള്ളൂ. അപ്പൊ ഒരു സിനിമ റിലീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ഇതുപോലെ ഓൺലൈൻ റിവ്യൂ ഇല്ല, സോഴ്സ് ഇല്ല. നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടു, ഇല്ലെങ്കിൽ നമ്മൾ TV-യിൽ വരുന്നവരെ കാത്തിരിക്കണമായിരുന്നു. അതും ഞായറാഴ്ച ദിവസം 4 മണിക്ക് ഏത് സിനിമയാണോ ഇടുന്നത് അത്. അല്ലെങ്കിൽ നമ്മള് അത് ചിലപ്പം ത്രില്ലറൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും CBI ഒക്കെ ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫീൽ ഡിഫറെന്റ് ആയിരുന്നു. ഇപ്പം ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ. ഇപ്പൊ ഇന്നിറങ്ങുന്ന മൂവീസ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് കാണാനുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്, OTT പ്ലാറ്റ്ഫോംസ് ഉണ്ട്. സോ ഞാനൊന്നും കമ്പയർ ചെയ്യില്ല. കാരണം ഇന്നത്തെ സസ്പെൻസ് ത്രില്ലേഴ്സിനെ കുറച്ച് കാണിച്ച് പറയുകയല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം ഒരു സിനിമ, ഇത്തരം ഒരു സസ്പെൻസ് ത്രില്ലർ ഇറങ്ങുമ്പോൾ അത് ജനങ്ങളിലേക്ക് ഇത്രയധികം, അത് ഇന്നും അതിനൊരു കൾട്ട് ക്ലാസിക് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു സസ്പെൻസ് ത്രില്ലറാണ് ശരിക്കും ഈ CBI ഡയറി കുറിപ്പ് എന്ന് പറയുന്ന CBI സീരീസിലുള്ള ഫസ്റ്റ് മൂവി. അപ്പൊ അതിനെ പറ്റിയാണ് ഞങ്ങൾ ഇന്ന് സംസാരിക്കുന്നത്. ഈ ചിത്രം CBI ഡയറി കുറിപ്പ് എന്ന് പറയുന്ന ചിത്രം 1988 റിലീസ് ചെയ്ത സിനിമയാണ്. അതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ലെജൻഡറി K. മധു സാറാണ് അതിന്റെ ഡയറക്ടർ. അതിന്റെ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്ന SN സ്വാമി സാറാണ്. പിന്നെ അതിന്റെ ഐക്കണിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സേതുരാമയ്യർ CBIയുടെ ഐക്കണിക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, അതിന് പശ്ചാത്തല സംഗീതം നൽകിയത് ശ്യാം സാറാണ്. പിന്നെ അത് പ്രൊഡ്യൂസ് ചെയ്ത് അരോമ മൂവീസ് ആണ് അത് പ്രൊഡ്യൂസ്. അരോമ മണി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷൻ ഹൗസ് ആണ് അരോമ മൂവീസ്. അവരാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ഈ ചിത്രത്തിൽ അഭിനയിച്ച നീണ്ട നിരയുള്ള ഒരു ഐക്കണിക് ക്യാരക്ടേഴ്സ് ആയിരുന്നു. ക്യാരക്ടേഴ്സ് മാത്രമല്ല, ഐ മീൻ അതിനകത്ത് അഭിനയിച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നടന്മാരും നടികളും. അതെ, അത് ഒരു ചെറിയ ഡയലോഗ് ആണെങ്കിൽ പോലും അത് അവരുടെ ചെറിയ ക്യാരക്ടർ ആണെങ്കിൽ പോലും അത് അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ പറയാൻ പറ്റും നമുക്ക് ആ ഒരു സിനിമയില്. ഓരോ ക്യാരക്ടറിനും ഐഡന്റിറ്റി, അതാണ് ആ സിനിമയുടെ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന്റെ ഐഡന്റിറ്റി ഭയങ്കര. മമ്മൂട്ടി, സുരേഷ് ഗോപി, ജഗതി, സുകുമാരൻ, വിജയരാഘവൻ, ശ്രീനാഥ്, ജനാർദ്ദനൻ, പ്രതാപചന്ദ്രൻ, അങ്ങനെ നമുക്ക് നഷ്ടമായി പോയ കുറെ ക്യാരക്ടേഴ്സ് ആയിരുന്നു, നടന്മാരായിരുന്നു അതിനകത്തുണ്ടായിരുന്നു. ഒരുപാട് പേരെ നമുക്ക് നഷ്ടമായി. അതെല്ലാം വളരെ വലിയൊരു നഷ്ടം തന്നെയാണ്. അവരുടെ ഒരു അഭിനയ ഒരു ലൈഫ് ലോങ്ങിലുള്ള അഭിനയം നോക്കുമ്പോൾ നമുക്ക് അവരൊരു മിസ്സിംഗ് തന്നെയാണ് എപ്പോഴും. ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത. ഇപ്പൊ ഈ CBI ഡയറക്ടർ എടുത്താൽ തന്നെ അതില് ഇപ്പൊ നമുക്ക് പ്രതാപചന്ദ്രൻ ഇല്ല, ശ്രീനാഥ് ഇല്ല, സുകുമാരൻ ഇല്ല, ബഹദൂർ ഇല്ല, അങ്ങനെ ഒരുപാട് പേര് നമ്മൾ ആ സിനിമയിൽ മിസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കൊതുക് നാണപ്പൻ എന്ന് പറയുന്ന ഒരു ആക്ടർ ഉണ്ട്. അദ്ദേഹമാണ് അതിലൊരു വളരെ
ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പോയിന്റില് ഒരു റെവലേഷൻ നടത്തുന്നു ആ സിനിമയില്. അദ്ദേഹം മഴ നനഞ്ഞിട്ട് കയറി വിജയരാഘവൻ ഈ അദ്ദേഹമാണ് ആ സിനിമയിലെ മെയിൻ പോയിന്റ് പറയുന്നത്. അദ്ദേഹം അതാണ് എല്ലാ ക്യാരക്ടറിലും ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു ആ സിനിമയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് അതിന്നും ജനങ്ങളുടെ മനസ്സിലേക്ക് ചേർത്ത് നിർത്താൻ പറ്റിയ വലിയ ഘടകങ്ങളിലൊന്ന് ഈ പറയുന്ന ക്യാരക്ടേഴ്സിനുള്ള ഐഡന്റിറ്റിയും ഡെപ്തുമായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് അതൊരു സസ്പെൻസ് ത്രില്ലറാണ്. SM സ്വാമി സാർ എഴുതിയ വൺ ഓഫ് ദി ബെസ്റ്റ് സ്ക്രിപ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ക്ലൈമാക്സ് ഒരു രക്ഷയില്ല, ഭയങ്കര വലിയ ട്വിസ്റ്റ് ആണ്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത അയ്യോ ഇതെന്താ ഇതാണോ ഇയാളാണോ അവരെ കൊന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന രീതിയിലുള്ള ട്വിസ്റ്റ് ആണ് അത് എന്നുള്ളത്. ഞാനിപ്പോ ട്വിസ്റ്റ് പറയുന്നില്ല, കാരണം കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ കാണുക. ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് കാണുക. അത് കണ്ടിട്ട് നിങ്ങൾ നോക്കുക എങ്ങനെയാണ് അതിന്റെ ആ ഒരു പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന് കണ്ടു നോക്കുക. SM സ്വാമി സാറിന്റെ വളരെ നല്ലൊരു സ്ക്രിപ്റ്റ് ആയിരുന്നു. സീനിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മള് അടൂർ ഭവാനി മേഡം അവതരിപ്പിച്ച കഥാപാത്രം. അതൊരു ചെറിയ കഥാപാത്രമാണെങ്കിൽ പോലും വളരെ എന്താ പറയേണ്ടത്, അതൊരു ഐക്കണിക് ആയിട്ടുള്ള ചെവി കെട്ടുടാന്ന് പറഞ്ഞിട്ട് അത് പൊളിക്കുന്നത്, ചെവി കേൾക്കാമെന്ന് പറയുന്ന സേതുരാമയ്യർ അത് പൊളിക്കുന്ന സീൻ എന്നൊക്കെ ഭയങ്കര അതൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്നതോ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതോ അല്ല. അങ്ങനത്തെ ഒരു സൂപ്പർ ഡ്യൂപ്പർ മൂവിയായിരുന്നു CBI ഡയറിക്കുറിപ്പ്. അതിൽ പിന്നെയും 2-3 സീരീസ്, ഐ മീൻ ആ സീരീസിൽ 2-3 പാർട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ഞങ്ങൾ താമസിയാതെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾ ഈ സെഗ്മെന്റ് തുടങ്ങുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചത്, കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട, ഇന്നും കുറച്ചൊന്ന് മാനസികമായിട്ട് ഡൗൺ ആയിട്ട് ഇരിക്കുമ്പോൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മനസ്സ് ഭയങ്കരമായിട്ട് റിഫ്രഷ് ആവാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ CBI ഡയറക്ടർ. ഞങ്ങൾ മിക്കവാറും ഇരുന്ന് മാത്രമല്ല കേട്ടോ, നമുക്കിപ്പോ ഒന്ന് ചിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഒരു നല്ല സ്റ്റോറി കാണാം എന്നുള്ളതാണ്. എപ്പോഴും നമ്മൾ ഓൾഡ് മൂവീസിലോട്ട് തന്നെ പോകും. ചിലപ്പോ അത് കണ്ട മൂവി ആണെങ്കിൽ പോലും നമ്മൾ വീണ്ടും 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 ചിലപ്പോ കണ്ടെന്നിരിക്കും. ചിലപ്പോ ഓരോ ഡയലോഗും ചിലപ്പോൾ നമുക്ക് കാണാപ്പാടമായിരിക്കും, പക്ഷെ എന്നാലും നമുക്ക് കാണുമ്പോൾ ഒരു പുതിയ ഫീൽ കിട്ടാറുണ്ട്. അതുകൊണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അത് ഇതൊരു റിവ്യൂ ഒന്നുമല്ല, ഞാൻ പറഞ്ഞതുപോലെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവതരിപ്പിക്കുന്നതല്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം സിനിമകൾ ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു വാച്ച് CBI ഡയറക്ടർ. യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഓരോ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഈ എന്താ പറയാ ലിറ്ററലി തിയേറ്ററുകൾ പൂരപ്പുറമ്പാക്കിയ ഒരു ചിത്രം എന്ന് തന്നെ വേണമെങ്കിൽ ആ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ഗ്രോസ് കളക്ഷൻ ഉണ്ടാക്കിയ ഒരു ചിത്രമാണ്. അതിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 37 lakhs ആയിരുന്നു. പക്ഷെ അതിന്റെ ബോക്സ് ഓഫീസ് ഹിറ്റ് എന്ന് പറഞ്ഞാൽ 2 കോടിയായിരുന്നു ആ സമയത്ത്. ഫിഗേഴ്സ് എക്സാക്ട് ആണെന്ന് അറിയില്ല, ഇൻഫോർമേഷൻ വെച്ചിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ ആ സമയത്ത് അതൊരു ഹിറ്റ് തന്നെയായിരുന്നു. അപ്പൊ അത് കാണുക, കണ്ട് നിങ്ങൾ ഇപ്പൊ കണ്ടിട്ടുള്ളവരാണെങ്കിലും വീണ്ടും ഒന്ന് കാണുക. അതൊരു വല്ലാത്തൊരു ഫീലാണ്. അടുത്ത മൂവി എന്ന് പറയുന്നത് SM സ്വാമി സാറിന്റെ തന്നെ 1998 റിലീസായ ഒരു മൂവിയാണ്. കറക്റ്റ് 10 വർഷം ഗ്യാപ്പ്. CBI 1988 ആയിരുന്നെങ്കിൽ ദി ട്രൂത്ത് എന്ന് പറയുന്ന ഈ രണ്ടാമത്തെ സിനിമ റിലീസ് ചെയ്യുന്നത് 1998 അതും ആസ് കമ്പയർഡ് ടു CBI വൺ ഓഫ് ദി ബെസ്റ്റ് മൂവി എന്ന് വേണം പറയാൻ. ഭയങ്കര അണ്ടർറേറ്റഡ് ആയിരുന്നു ആ മൂവി. കാരണം ഈ CBI പോലെ ഒരു ഭയങ്കര ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ഒരു ചിത്രം അല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ദ ട്രൂത്ത് എന്ന് പറയുന്ന സിനിമ. പക്ഷെ അതെന്തുകൊണ്ടും യോഗ്യതയുള്ള ഒരു ചിത്രമാണ്. കാരണം ഡബിൾ ട്വിസ്റ്റ് എന്നൊക്കെ പറയുന്ന സാധനം നമ്മൾ ആദ്യമായിട്ട് സിനിമയിൽ കാണായിരുന്നു. ഇന്റർവെൽ ട്വിസ്റ്റും ക്ലൈമാക്സോട് അടുപ്പിച്ച് വേറൊരു അതൊരു ഭയങ്കര നല്ല സിനിമയാണ്. പക്ഷെ എന്തുകൊണ്ടോ ആ സിനിമ ഈ പറഞ്ഞ പോലെ അത്രയ്ക്കധികം കളക്ട് ചെയ്ത ഒരു മൂവിയല്ല. ഈ ചിത്രം 98 ആണ് റിലീസ് ചെയ്തത്. ഈ ചിത്രം ഡയറക്ട് ചെയ്തിരിക്കുന്നത് മറ്റൊരു മികച്ച ഡയറക്ടറാണ് ഷാജി കൈലാസ് എന്ന് എനിക്ക് തോന്നുന്നു. പലരും ഇന്നത്തെ കുട്ടികൾ, ഇന്നത്തെ ന്യൂജനിൽ പെടുന്ന പലരും അദ്ദേഹത്തെ കളിയാക്കുന്നതൊക്കെ നമ്മൾ നിരന്തരം കാണുന്നുണ്ട്. ബട്ട് ഞാൻ പറയട്ടെ, അതൊരു
ഷാജി കൈലാസ് എന്ന് പറയുന്ന ആളുടെ ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഇവർക്ക് ആർക്കും മേ ബി അറിഞ്ഞുകൂടാത്തോണ്ടായിരിക്കും. എത്ര സിനിമകൾ, എത്ര 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 മലയാളികള് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഓർമ്മിച്ചിരിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും അത്രയ്ക്ക് മികച്ച സിനിമകളും ആക്ഷൻ മൂവീസ് മലയാളത്തിന് സമ്മാനിച്ച ഒരു മികച്ച ക്രാഫ്റ്റ്സ്മാൻ ആണ് ശരിക്കും പറഞ്ഞാല് ഷാജി കൈലാസ് എന്ന് പറയുന്ന ഡയറക്ടർ. അതായത് നമ്മൾ ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ല. ഇന്ന് എനിക്ക് തോന്നുന്നു പലരും പറയുന്നുണ്ട് ഔട്ട്ഡേറ്റഡ് ആയി പോയി എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത്, എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറയുന്നത്, അതായത് മികച്ച തിരക്കഥകൾ കിട്ടുന്നില്ല. ഇപ്പൊ അന്നത്തെ കാലത്ത് ഇപ്പൊ നോക്കുക, അന്നത്തെ സ്റ്റോറീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോ ഇപ്പൊ അതില്ല എന്ന് സ്ക്രിപ്റ്റില്ല. അതായത് ചെയ്തിരുന്ന അദ്ദേഹം ചെയ്ത ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ സിനിമകൾ, എല്ലാ വർഷവും ഇറങ്ങിയിരുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് ആ വർഷത്തെ എന്താ പറയാ മലയാള മുഖ്യധാര സിനിമയെ മുന്നോട്ട് നയിക്കാൻ കെൽപ്പുണ്ടായിരുന്ന അത്രയും ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ ചിത്രങ്ങളായിരുന്നു. ലെറ്റ് ഇറ്റ് ബി ഏകലവ്യൻ, തലസ്ഥാനം, മാഫിയ, കമ്മീഷണർ, ദ കിങ്, അതിനുശേഷം പിന്നെ അതിനുശേഷമാണ് ശരിക്കും പറഞ്ഞ ദ ട്രൂത്തും ഈ അസുരവംശം, പിന്നെ രുദ്രാക്ഷം, ചില സിനിമകളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹത്തിന്റെ സിനിമകളുടെ നട്ടല് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് ആയിരുന്നു. സ്ക്രിപ്റ്റുകൾ അദ്ദേഹത്തിന് കിട്ടിയില്ല. അതായത് ഇപ്പൊ രഞ്ജി പണിക്കർ സാർ എഴുതിയതാണെങ്കിലും രഞ്ജിത്ത് എഴുതിയതാണെങ്കിലും ഗീതാമോദരൻ മാഷ് എഴുതിയതാണെങ്കിലും ഒക്കെ, പിന്നെ അദ്ദേഹത്തിന്റെ കരിയർ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന ഹെവി വെയിറ്റ് സിനിമ ചെയ്യാൻ അദ്ദേഹത്തിന് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിരുന്ന എല്ലാം ഈ പറഞ്ഞ രഞ്ജിത്ത് ആണെങ്കിലും രഞ്ജി പണിക്കരാണെങ്കിലും ഗീതാമോദരൻ മാഷൊക്കെ എഴുതി കൊടുത്തിരുന്നു. പക്ഷെ അതൊന്നും ഇന്ന് അത്രയും നല്ല സ്ക്രിപ്റ്റുകൾ കിട്ടാത്തത് കൊണ്ടാവാം ഇന്ന് ചെയ്യുന്ന വേദി അത് അത്ര കണ്ട് ഫലിക്കാതെ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ക്രാഫ്റ്റ് വൈസ് ഈസ് ബ്രില്യന്റ് തന്നെ വേണം പറയാൻ. അദ്ദേഹം സിനിമയിൽ യൂസ് ചെയ്യുന്ന ഷോർട്സ് ആണെങ്കിലും ഷോർട്ട് ഡിവിഷൻസ് ആണെങ്കിലും ആംഗിൾ, ക്യാമറ ആംഗിളുകളാണെങ്കിലും ഇന്നും പലരും എന്താ പറയാ അത്ഭുതപ്പെടുന്ന രീതിയിൽ അന്നത്തെ കാലത്ത് ആലോചിച്ചു. ആ ഒരു ഏകലവ്യനൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഏകലവ്യന്റെ സിനിമകൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലല്ലോ. അപ്പൊ അദ്ദേഹം ഡയറക്ട് ചെയ്തു. ഷാജി കൈലാസിനെ പറ്റി പറയുമ്പോൾ ഞാൻ കുറച്ച് വാചാലാണ്, കാരണം ഞാനൊരു ഫാൻ ബോയ് ആണ് ഒബ്വിയസ്ലി. അതുപോലെ തന്നെ ഈ കമ്മീഷണർ മൂവി ഓർമ്മയുണ്ടോ? ഈ മുഖം എന്ന ഡയലോഗ് കേൾക്കുമ്പോ ഐക്കണിക് ഡയലോഗ്സ് ആയിരുന്നു. കിങ്ങില് തന്നെ ഡയലോഗ്സ് കുറെ ഉണ്ട്. ആ ഒരു കൂടുതലാണ് സെൻസിറ്റീവ്, അതല്ലേ അങ്ങനെ ഒരു എല്ല് കൂടുതലാണ് എനിക്ക്. അതൊക്കെ ഭയങ്കര എന്താ പറയാ, അതൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇന്നത്തെ കാലത്ത് അത്തരം സിനിമകൾ ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരം സിനിമകൾ ഇറങ്ങിയാൽ തന്നെ അത്തരം ഹെവി വെയിറ്റ് ക്യാരക്ടേഴ്സ് ഷോൾഡർ ചെയ്യാൻ പറ്റിയ നടന്മാരുണ്ടോ എന്ന് പോലും ആരെയും ഞാൻ കുറ്റം പറയുന്നതല്ല, കുറച്ച് പറയുന്നതല്ല. ഇനി അത് കേട്ടിട്ട് ആരും ഞാൻ പറയാം, എന്റെ ഒരു ഒപ്പീനിയൻ ആണ് പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല അത്തരം ക്യാരക്ടേഴ്സ് ഇനി ഉണ്ടായാൽ തന്നെ ഇപ്പൊ മമ്മൂട്ടി ചെയ്യുന്ന പോലെ, മോഹൻലാൽ ചെയ്യുന്നത്, സുരേഷ് ഗോപി ചെയ്യുന്നത് പോലെയുള്ള ഒരു ഹെവി ക്യാരക്ടേഴ്സ് ചെയ്യാൻ കുറച്ച് നടന്മാരുണ്ടോ എന്നുള്ളത് ഡൗട്ടാണ്. ഇപ്പൊ ഞങ്ങൾ പറഞ്ഞു വന്ന് ദ ട്രൂത്ത് എന്ന് പറഞ്ഞ സിനിമയാണ്. ഇതും യൂട്യൂബിൽ അവൈലബിൾ ആണ്. എഗെയിൻ ഒരു എന്താ പറയാ അഭിനയ കലയെ എന്താ പറയാ അരച്ച് കലക്കി ജീവിച്ചിട്ടുള്ള ഒരുപാട് നടന്മാരെ, നടികളുടെ ഒരു നീണ്ട മമ്മൂട്ടി, തെലുങ്കൻ സാറ്, എന്ന് തന്നെ പറയണം. ആക്ച്വലി അദ്ദേഹത്തിന്റെ ഇവരുടെയൊക്കെ ശബ്ദം, ഇപ്പൊ മമ്മൂക്കാണെങ്കിലും തിലകൻ സാറാണെങ്കിലും മുരളി സാറാണെങ്കിലും ഇവരുടെയൊക്കെ ശബ്ദം എന്ന് പറയുന്ന ആ ഗാംഭീര്യമുള്ള ശബ്ദം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഈ OTT-യില് കണ്ടിട്ട് ഈ വീടിന്റെ 4 ചുവരിലിരുന്ന് കാണുന്ന പോലെ, എത്ര വലിയ ഹോം തിയേറ്റർ വെച്ച് കാണുന്നത് പോലെ അല്ല, തിയേറ്ററിൽ പോയി നല്ല ഒരു ഡോൾബി സിസ്റ്റം ഒക്കെ ഉള്ള തിയേറ്ററിൽ ഇവരുടെ ശബ്ദം കേൾക്കും. അത് ഉണ്ടാകുന്ന ഒരു പ്രകമ്പനം എന്ന് പറയുന്നത് ആ ഒരു തിയേറ്ററിൽ സൃഷ്ടിക്കുന്ന ഒരു സ്ഫോടനാത്മകമായ ഒരു അന്തരീക്ഷമുണ്ട്. അതൊന്നും ഇന്നത്തെ സിനിമയില്ല. മേ ബി ഞങ്ങൾ ശബ്ദം വലിയ ഘടകമാണ്, സൗണ്ട് ഒരു മെയിൻ ഫാക്ടറാണ്. അതിന്റെ പറഞ്ഞ പോലെ ഈ ക്യാരക്ടേഴ്സ് ചെയ്തവര് മമ്മൂട്ടി സാറാണെങ്കിലും തിലകൻ, മുരളി, ജനാർദ്ദനൻ, വാണി വിശ്വനാഥ്, പിന്നെ ദിവ്യ ഉണ്ണി, ഗണേശൻ, അഗസ്റ്റിൻ,
അവരൊക്കെ അവരുടേതായിട്ടുള്ള ക്യാരക്ടേഴ്സ് അതില് ജീവിക്കാന്നുള്ളത്, ഇവരൊക്കെയാണ് ആ സിനിമയിൽ ജീവിക്കാന്ന് പറയും. ഇപ്പൊ നമ്മള് അവരുടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ മമ്മൂട്ടി തന്നെ ഒന്ന് വിങ്ങി ഏതെങ്കിലും ഡയലോഗ് പറഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറയും. കാരണം അവരത് ജീവിച്ച് കാണിക്കുകയാണ്, അവർ അഭിനയിക്കുകയല്ല ആക്ച്വലി. അപ്പം നമ്മുടെ കണ്ണ് എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ അവരത്ര ഇൻവോൾവ് ചെയ്ത് അഭിനയിച്ചത് കൊണ്ടാണ് നമ്മളുടെ മനസ്സിൽ അത് തട്ടുന്നത്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ സിനിമകളുണ്ട് കേട്ടോ. അതിൽ ഇന്ന് ഞാൻ പറഞ്ഞ ഈ 2 പടങ്ങൾ, ഈ ട്രൂത്ത് എന്ന് പറയുന്ന സിനിമ, അതിലും നല്ല ചില ഐക്കണിക് ഡയലോഗ്സ്, അത് ഈ പറഞ്ഞ പോലെ എസ് എം സാറ് തന്നെയാണ് അതും. അതില് ഐക്കണിക് ആയിട്ടുള്ള മ്യൂസിക് ഉണ്ട്, രാജാമണി സാറിന്റെ മ്യൂസിക് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ലതായിരുന്നു. ഈ ഒരു എന്നെ എനിക്ക് ഭയങ്കര ക്യാച്ച് ആയിട്ട് തോന്നിയ ഒരു ഡയലോഗ് ഉണ്ട് ആ സിനിമയുടെ. ട്വിസ്റ്റ് നമ്മെ കാണിച്ചിരുന്നൊരു ഫസ്റ്റ് ഡയലോഗാണ്, കില്ലർ വുമനെ തേടി നടക്കുന്ന പെർട്ടിക്കുലർ സീനില് ആ ട്വിസ്റ്റ് വെളിപ്പെടുത്തുക. അപ്പൊ മമ്മൂട്ടി പറയുന്ന ഒരു ഡയലോഗാണ്, ഭയങ്കര ഐക്കണിക് ഡയലോഗ്, ഷീ ഈസ് എ മാൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ചിത്രം ഈ പറഞ്ഞ പോലെ ഒരു കൊലപാതകം എങ്ങനെയാണ്, അതായത് ആക്ച്വലി ഇതൊരു ലൂസ്ലി ബേസ്ഡ് ഓൺ രാജീവ് ഗാന്ധി അസാസിനേഷന്റെ ഒരു ചൂട് പിടിച്ച് നടത്തിയ ഒരു സിനിമ തന്നെയാണ്. ലൂസ്ലി ബേസ്ഡ് ഓൺ ആ ഇൻസിഡന്റ് തന്നെയാണ് കോൺസെപ്റ്റ്. അതെ, പക്ഷെ അതിന്റെ ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. പല സ്ഫോടനങ്ങളും ബോംബ് ബ്ലാസ്റ്റിലൊക്കെ ഒരുപാട് എന്താ പറയാ വിശിഷ്ട വ്യക്തികളൊക്കെ മരിച്ചു പോകുന്ന ബോംബ് ബ്ലാസ്റ്റുകൾ നമ്മൾ പണ്ട് ന്യൂസിലൊക്കെ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ വളരെ അപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ അപ്രസക്തരായിട്ടുള്ള ചില മനുഷ്യർ അതിന്റെ കൂടെ മരിച്ചുണ്ട്. പക്ഷെ അവരെ പറ്റി നമ്മൾ ആരും ഒരിക്കലും ചിന്തിക്കാറില്ല, കേൾക്കാറില്ല. അത് അവർക്ക് എന്ത് സംഭവിച്ചു കാരണം ചിന്തിക്കാറില്ല. ഇപ്പൊ ഈ പ്രസിദ്ധരായിട്ടുള്ള വ്യക്തികൾ മരിക്കുന്ന അല്ലെങ്കിൽ അവർ കൊല്ലപ്പെടുന്ന ആ ഒരു പുകമറയിൽ പലപ്പോഴും ഈ അതിന്റെ കൂടെ മരിച്ചു പോകുന്ന പാവപ്പെട്ട മനുഷ്യരുണ്ട്. അവരുടെ ഒന്നും കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളുടെ പ്രശ്നങ്ങളൊന്നും മുന്നോട്ട് വരാറില്ല. അങ്ങനെ ഈ സിനിമ കാണുമ്പോൾ അത്തരം ഒരു എന്താ പറയാ ഒരു ബാലേന്ദ്ര മേനോൻ അവതരിപ്പിക്കുന്ന CM ക്യാരക്ടറിനെ അസാസിനേറ്റ് ചെയ്യുകയാണ് കുറച്ചു പേര് ചേർന്ന്, തീവ്രവാദികളോ അങ്ങനെ വില്ലന്മാർ ചേർന്ന് ബാലേന്ദ്രനെ അസാസിനേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അതിന്റെ കൂടെ നിന്ന് വളരെ അപ്രസക്തനായ അല്ലെങ്കിൽ അത്രയും അറിഞ്ഞുകൂടാത്ത മറ്റൊരു ക്യാരക്ടർ, അതായത് സായി കുമാർ അവതരിപ്പിക്കുന്ന മറ്റൊരു ക്യാരക്ടറിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ അസാസിനേഷൻ പ്ലാൻ ചെയ്തത് എന്ന് ഫൈനലി റിവീൽ ചെയ്യുമ്പോ ആ ഒരു എന്താ പറയാ ഒരു ഗൂസ് ബംസ് മൊമെന്റ് എന്ന് പറയുന്ന ഒരു ഭയങ്കര അതെന്താ അങ്ങനെയെന്ന് കൂടെ നമ്മൾ ചിന്തിച്ചു. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിച്ചില്ലല്ലോ. ഇതായാലും CM ആയിരിക്കും മെയിൻ ആയിട്ടുള്ള ഒരു കൊല്ലാനുള്ള അവരുടെ ലക്ഷ്യം CM ആണെന്ന് ഫസ്റ്റ് നമ്മൾ വിചാരിക്കും. പിന്നെയാണ് കൂടെയുള്ള ഇദ്ദേഹമാണല്ലോ അത് ടാർഗറ്റ് നമ്മൾ ലാസ്റ്റ് അറിയുമ്പോഴാണ് നമ്മൾ പലപ്പോഴും നമ്മൾ മിസ്സായി പോയിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നത്. ഈ ഇപ്പം ശബരി പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ബോംബ് ബ്ലാസ്റ്റുകളിൽ നഷ്ടപ്പെട്ടു പോയ മെയിൻ ആയിട്ടുള്ള ആളുടെ കൂടെ ഉള്ള നഷ്ടപ്പെട്ടു പോയ ആൾക്കാരെ നമ്മൾ ചിന്തിക്കുന്നത് ചിലപ്പോ അപ്പോഴായിരിക്കും. ഈ രാജീവ് ഗാന്ധി അസാസിനേഷൻ നമ്മൾ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു എന്നല്ലേ പറയാം. അതെ, അതിന്റെ എത്ര ലക്ഷം പേര് മരിച്ചു, ഒത്തിരി പേര് മരിച്ചു. അപ്പൊ ഒരുപാട് പേര് മരിച്ചിട്ടുണ്ട്. അപ്പൊ അത് റിവീൽ ചെയ്യുന്ന ഒരു ചിത്രം കൂടിയായിരുന്നു ഈ പറയുന്ന ദ ട്രൂത്ത് എന്ന് പറഞ്ഞത്. പിന്നെ അതിന്റെ ഓഫ്കോഴ്സ് അതിന്റെ സ്റ്റോറി ലൈൻ ഭയങ്കര ഇൻടാക്ട് ആയിരുന്നു, ഭയങ്കര ബ്രില്യന്റ് ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ആയിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് നമുക്ക് അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ അച്ഛനായിട്ട് വരുന്ന സാറിന്റെ കഥാപാത്രം, അതും എല്ലാവരും ഈ പറഞ്ഞ പോലെ ക്യാരക്ടേഴ്സിന് ഭയങ്കര ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു അതിന്റെ വിജയം എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ അതിനകത്തൊരു ഒരു ക്യാരക്ടർ, ഒരു വില്ലൻ ക്യാരക്ടർ ഉണ്ട്, ബോസ് എന്ന് പറയുന്ന ക്യാരക്ടർ. അത് കില്ലർ ബോസ്. അപ്പൊ ആദ്യം കാണിക്കുന്ന ഒരു സ്ത്രീ ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മള് ടുവേർഡ്സ് ദി ഇന്റർവ്യൂ വരെയും നമ്മൾ വിചാരിക്കുക അതൊരു എന്താ പറയാ ഒരു സ്ത്രീ തന്നെ ആയിരിക്കും എന്നാണ് ട്വിസ്റ്റ്. അതൊരു സ്ത്രീയല്ല, ഷീസ് എ മാൻ എന്ന് പറയുന്ന ട്വിസ്റ്റ് ഭയങ്കര രസകരമായിരുന്നു. അതുപോലെ തന്നെ ടുവേർഡ്സ് ദി ക്ലൈമാക്സിൽ അദ്ദേഹം ആ ഈ പ്രസ് കോൺഫറൻസ് അല്ലെങ്കിൽ
ഈ ട്രൂത്ത് റിവീൽ ചെയ്യാൻ വരുന്ന ഒരു സീനുണ്ട്. അപ്പൊ മമ്മൂട്ടി വന്നിറങ്ങുമ്പോ മമ്മൂട്ടി അവരുടെ ക്യാരക്ടറിന് എടുത്ത് പത്രക്കാരൻ ചോദിക്കും, സാർ എന്താ ആരാൻസർ കൊലയാളി, ആരാൻസർ കൊലയാളി. അപ്പൊ മമ്മൂട്ടി പറയില്ല, വെയിറ്റ് ചെയ്യും, ഇത്ര നേരം വെയിറ്റ് ചെയ്തില്ല, ഇനി 1 മണിക്കൂർ കൂടെ വെയിറ്റ് ചെയ്യും എന്ന് പറയുമ്പോൾ എന്നിട്ടാണ് അത് റൂമിൽ പോയിട്ട് ലാസ്റ്റ് ഒരു 20-25 മിനിറ്റ്സ് ഉള്ള ആ ട്രൂത്ത് റിവീൽ ചെയ്യുന്നതും അത് ആ ഒരു ക്ലൈമാക്സ് പറയാതിരിക്കാൻ ആ പറ്റില്ല. ഒരു മൂവിയുടെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു സൂപ്പർ സീൻ എന്നൊക്കെ പറയാം. എല്ലാം നല്ല ഇതാണെങ്കിൽ അതിന്റെ ക്ലൈമാക്സ് വാസ് ക്യാച്ചി. അതിലും ഒരു വളരെ ക്യാച്ചി ആയിട്ടുള്ള ഡയലോഗ് അതിലും നമുക്ക് അവതരിപ്പിക്കുന്ന കഥാപാത്രം പറയുന്നു, സത്യം എത്ര വേണമെങ്കിലും മൂടി വെച്ചാലും അതൊരു കോസ്മിക് ലോ എന്ന് പറയുന്ന ഒരു വളരെ ഐക്കണിക് ആയിട്ടുള്ള ചില ഡയലോഗാണ്. പറയുമ്പോൾ തന്നെ ഞങ്ങൾ ശരിക്കും വളരെ സന്തോഷം വരുന്നത് നിങ്ങൾ ഞങ്ങളുടെ മുഖത്ത് കാണുന്നുണ്ടാവും സന്തോഷം. കാരണം അത് എന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ഇറങ്ങിയ സിനിമകൾ ഞങ്ങളുടെ ലൈഫിൽ ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് ഭയങ്കര വലുതായിരുന്നു. അത് മേ ബി ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമൊന്നും അല്ലായിരുന്നു ഞങ്ങൾക്ക് ഇത്രയും എക്സ്പോഷർ സിനിമയെ പറ്റിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ പറ്റിയോ എക്സ്പോഷർ ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടമായതുകൊണ്ടാവാം. ഇന്നിപ്പോ ഒരുപാട് OTT പ്ലാറ്റ്ഫോംസ് ആയി. ഇപ്പം തിയേറ്ററിൽ പോകുന്നവരെ നമ്മൾ 2 പ്രാവശ്യം ചിന്തിക്കും, അവിടെ പോയി നമ്മള് ചുമ്മാ പൈസ OTT പോയി ആരെങ്കിലും ചിന്തിക്കും. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് നമ്മള് തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കുന്നതായിരിക്കും, അവിടെ പോയ പോപ്കോൺ, പെപ്സി ഇതെല്ലാം വാങ്ങിച്ച് കഴിച്ച് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്ക് 2500-3000 രൂപ പോകും. അതിലും നല്ലത് നമുക്ക് OTT വരുമ്പോൾ കാണുന്നതല്ലേ, അതുവരെ കാത്തിരിക്കാം എന്നാണ്. പക്ഷെ പണ്ട് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമ്മൾക്ക് ലൈഫിൽ ഉണ്ടായിരുന്നത്. സോ ഇന്ന് ഞാൻ എന്റെ ഈ ഒരു സെഗ്മെന്റിലൂടെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തിയ 2 മൂവീസാണ് CBI ഡയറിക്കുറിപ്പും ദി ട്രൂത്ത്. ഇത് രണ്ടും കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇന്നും കാണാത്തവരുണ്ടെന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് മലയാളികൾ ഉണ്ടെങ്കിൽ ഈ ചിത്രം എന്തായിരുന്നാലും കണ്ടിട്ടുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ഈ കൊറോണയിൽ വന്ന സമയത്ത് എല്ലാവരും സിനിമകൾ ഇരുന്ന് കാണുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ദ ട്രൂത്ത് അതുപോലെ CBI ഡയറക്ടർ എന്ന ചിത്രം ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ല. എല്ലാവരും തീർച്ചയായും കണ്ടിരിക്കേണ്ട 2 സസ്പെൻസ് ത്രില്ലർ മൂവീസ് ആണ് ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ഈ 2 മൂവീസ്. അതുകൊണ്ട് ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സ് കാണുന്നവരാണെങ്കിലും സന്തോഷം. എല്ലാരും എന്റെ ഈ ഒരു സെഗ്മെന്റ് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം. ബിക്കോസ് എനിക്ക് കമന്റ്സ് വേണം. കമന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ഇംപ്രൂവൈസ് ചെയ്ത് അടുത്തൊരു വീഡിയോയിലേക്ക് എനിക്കത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. സോ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, അത്രയേ ഉള്ളൂ. സന്തോഷമായിട്ടിരിക്കുക. നല്ല സിനിമകൾ ഇതുപോലെ തന്നെ ഞാൻ വേറെ 2 മൂവീസ് ആയിട്ട് വരാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു.